നമസ്കാരം. കർക്കിടക മാസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കർക്കിടക വാവ്. അതായത് പിതൃക്കൾക്ക് വേണ്ടി പൊതുവെ എല്ലാവരും ബലിതർപ്പണങ്ങൾ നടത്തുന്ന ഒരു സമയമാണ്. വാവ് ദിനം എന്നത് തീർച്ചയായിട്ടും പിതൃക്കൾക്ക് വേണ്ടി നിങ്ങളാലാവുന്ന തരത്തിൽ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തേണ്ടതാണ്. പലർക്കും വിദേശത്തായതിനാലും അല്ലെങ്കിൽ മറ്റു തിരക്കുകൾ കാരണം, ജോലി സമയങ്ങൾ കാരണം, പല ബുദ്ധിമുട്ടുകൾ കാരണം ആഗ്രഹമുണ്ടായിട്ടും ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. ബലിതർപ്പണം ചെയ്യുന്നത് നമ്മളെ വിട്ട് പോയ പൂർവികന്മാർക്ക് വേണ്ടിയിട്ടാണ്, അതായത് പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഇത് ചെയ്യാൻ മനസ്സില്ലാതെ വരുന്നതും അല്ലെങ്കിൽ പല തടസ്സങ്ങൾ വരുന്നതും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിൽ പിതൃദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ, അതുകൂടാതെ മറ്റു പലതരം ശാപങ്ങളും ദോഷങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകാതെ പോകുന്നതും. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല, പൂജാതി കർമ്മങ്ങൾ ചെയ്യാനോ, അമ്പലങ്ങളിൽ പോകാനോ, തീർത്ഥയാത്ര ചെയ്യാനോ, സത്സംഗം ചെയ്യാനോ ഇതിലൊന്നും താല്പര്യമില്ലാതെ ചിലപ്പോൾ അത്തരം ആൾക്കാർ വളരെ അഹങ്കാരികളായിട്ടും നമുക്ക് തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അവരിരിക്കുന്ന ഭൂമിയിലുള്ള ഒരു പാപത്വം, അതായത് ഏത് ഭൂമിയിലാണോ അവർ താമസിക്കുന്നത് ആ ഭൂമിക്ക് ദോഷമുണ്ടെങ്കിൽ, ആ ഭൂമിയിൽ മറ്റു ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ, ബ്രഹ്മരക്ഷസും അതുപോലെ മറ്റു യോനികളിലുള്ള ആൾക്കാരുടെ ഒരു ആധിപത്യം കൂടുതലാണെങ്കിൽ, അതുപോലെ അതായത് അത്തരം ഭൂമികൾ താമസിക്കാൻ ലഭിക്കുന്നതും നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ പലതരത്തിലും ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരും ഒരുപക്ഷെ ഇങ്ങനെയുള്ള വീഡിയോകളുടെ ക്യാപ്ഷൻ കാണുമ്പോൾ തന്നെ ഇത് എനിക്ക് ഉള്ള സബ്ജക്റ്റ് അല്ല, ഇത് എനിക്ക് താല്പര്യമുള്ള വിഷയമല്ല ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യുന്നവരും ആയിരിക്കും അവർ. കാരണം അവർക്കിതിൽ താല്പര്യമുണ്ടാകില്ല. പക്ഷേ ചിലപ്പോൾ ജാതകത്തിൽ എത്ര തന്നെ ദോഷങ്ങളുണ്ടായാലും, അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ഭൂമിയിൽ ദോഷങ്ങളുണ്ടെങ്കിൽ, അതായത് ഒരു പിടിച്ചു കെട്ടിയ അവസ്ഥയിലാണ് നിങ്ങളൊരു സ്ഥലത്തിരിക്കുമ്പോൾ, നിങ്ങളെ ബന്ധിക്കപ്പെട്ടൊരു അവസ്ഥയിലാണ്. അതായത് കുടുംബാംഗങ്ങൾ തമ്മിൽ പലപ്പോഴും സ്വരച്ചേർച്ചയില്ലായ്മ, എപ്പോഴും കലഹങ്ങൾ നടക്കുന്നു, ഐക്യമില്ല, കുടുംബത്തിലെ രഹസ്യങ്ങളെല്ലാം പുറത്തു പോകുന്നു, മാനസികമായിട്ടുള്ള സുഖങ്ങളില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യം കൊണ്ട്, പിതൃക്കളുടെ പുണ്യം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള സുഖമുണ്ടായിരിക്കാം. എന്നാലും ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സുഖമില്ലാതെ വരിക, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് ആൾക്കാർ ഇല്ലാതെ വരിക, അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. അതായത് എന്നെ സേവിക്കാനായിട്ട് ആരും വരണ്ട എന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് നിങ്ങളെ ആരാണോ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുമായിട്ട് അനിഷ്ടങ്ങൾ വന്നു ചേരുക. അതായത് നിങ്ങളുടെ സന്താനങ്ങളായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ വാർദ്ധക്യകാലത്ത്. അവർക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവർ വരുമ്പോഴെല്ലാം നിങ്ങൾ അവരെ പലതരത്തിൽ അവഹേളിച്ചിട്ടും ഇൻസൾട്ട് ചെയ്തിട്ടും അവരുണ്ടാക്കുന്ന ആഹാരങ്ങൾ വലിച്ചെറിഞ്ഞിട്ടും പലതരത്തിലും അവരോട് ദ്രോഹങ്ങൾ ചെയ്തിട്ട് അങ്ങനെയുമുണ്ട്. പിതൃദോഷം വരുമ്പോൾ അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അതായത് ആ വില കൽപ്പിക്കാതിരിക്കുന്നത്, എല്ലാം ഉപേക്ഷിച്ചിട്ട്, ജോലിയും കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് സേവിക്കാനായിട്ട് ചെന്നെത്തുന്ന മക്കളെ അപമാനിക്കുന്നവരുമുണ്ട്. അതുപോലെ ദൈവനിന്ദ നടത്തുന്നവർ, മക്കൾ ഒരുപക്ഷെ ദൈവവിശ്വാസികളായിരിക്കാം, അടിയുറച്ച വിശ്വാസികൾ, അദമ്യമായിട്ടുള്ള സ്നേഹം ഭഗവതിയോട് അല്ലെങ്കിൽ ഭഗവാനോട് ഒക്കെയുള്ള ആൾക്കാരായിരിക്കാം. അവരെ നിങ്ങൾ നിന്ദിക്കുമ്പോൾ ആ ഭഗവതി അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ആ ദേവതയും അവരെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയക്കില്ല. അതായത് നിങ്ങൾക്ക് അസുഖം വരുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തും നിങ്ങളെ സേവിക്കാനായിട്ട്, ഒരുപക്ഷെ മക്കളാണെങ്കിൽ മക്കൾക്ക് നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ എത്ര ദൂരം യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്തേക്ക് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് മക്കൾ വരുന്നുണ്ടെങ്കിൽ, അത് ദൈവാനുഗ്രഹം കൊണ്ടാണ് ആ സമയത്ത് നമ്മുടെ രക്തബന്ധത്തിലുള്ള ആൾക്കാർ നമ്മളെ സേവിക്കാനായി എത്തുന്നത്. അതായത് നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് മക്കളോടും, മക്കൾക്ക് അച്ഛനമ്മമാരോടും, അച്ഛനമ്മമാർക്ക് മക്കളോടും. പക്ഷേ ഇത്തരം സമയങ്ങളിൽ പരസ്പരം ഇൻസൾട്ട് ചെയ്യുകയാണ്, വില കൽപ്പിക്കാതിരിക്കുകയാണ്. അതായത് ഗ്രാൻറ്റഡായിട്ട് എടുക്കുകയാണ്. എന്തായാലും എൻ്റെ മകനല്ലേ, എൻ്റെ മകളല്ലേ, ഇവർ എന്നെ സേവിക്കാൻ വിധിക്കപ്പെട്ടവർ തന്നെയാണ്,
അപ്പോൾ അവരുടെ ജോലി മാറ്റിവെച്ചിട്ടാണോ വരുന്നത്? അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെച്ചിട്ടാണോ വരുന്നത്? ഇതൊന്നും ആലോചിക്കാതെ അവർ ആരാധിക്കുന്ന ദൈവങ്ങളെ പോലും നിന്ദിച്ചിട്ട് നിങ്ങൾ പെരുമാറുന്നതും തീർച്ചയായിട്ടും പിതൃദോഷമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ ജാതകം നോക്കുമ്പോഴായാലും കാണുന്നുണ്ട് ഈ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ. അത് സഹോദരങ്ങൾ പരസ്പരമാകാം, മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലാകാം, തിരിച്ചും സന്താനങ്ങൾക്ക് മാതാപിതാക്കളോടും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ദൈവവിശ്വാസമുള്ള ഒരാളെയാണ് നിങ്ങൾ നിന്ദിക്കുന്നതെങ്കിൽ പിന്നീട് ആ ദേവതയാണെങ്കിൽ പോലും ആ വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് സഹായത്തിനായി പറഞ്ഞയക്കില്ല. അതായത് എല്ലാവർക്കും ഓരോ അവസരം തരുന്നുണ്ട്, പ്രാരാബ്ധം അനുഭവിക്കാനും ചില വിട്ടുവീഴ്ചകൾ തരുന്നുണ്ട്. അതിന് നമ്മൾ മൂല്യം കൽപ്പിച്ചില്ലെങ്കിൽ, വീണ്ടും വീണ്ടും അപമാനിക്കുകയാണെങ്കിൽ, കുതന്ത്രങ്ങൾ മെനയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ആൾക്കാർക്കും ഇതേ പിതൃദോഷമൊക്കെ തന്നെ കാരണം ആ ഒരു സഹായം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാനസികമായി അടുപ്പമില്ലാത്ത മാതാപിതാക്കൾ മരിച്ചു പോയാലും സന്താനങ്ങൾക്കും അവരുടെ കർമ്മങ്ങൾ ചെയ്യാനൊന്നും താല്പര്യമുണ്ടാകാറില്ല. അതിന് കാരണവും പലപ്പോഴും ആ കുലദേവതകളുടെ ഒരു അപ്രീതി, പിതൃദോഷം, താമസിക്കുന്ന ഭൂമിയിലുള്ള ദോഷം, ഇതൊക്കെ കാരണമാണ് ഈ മനസ്സ് വരാത്തതും. അപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സുണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം. നിങ്ങൾക്ക് മാതാപിതാക്കൾ ജീവിച്ചിരുന്ന സമയത്തും അവരോട് അടുപ്പമില്ലാതിരുന്ന ഒരു സന്ദർഭമായിരുന്നു. ഒരുപക്ഷെ രണ്ടുപേരുടെയും ഓപ്പോസിറ്റ് ഗ്രഹങ്ങളുടെ ദശകൾ വരുമ്പോഴും ഈ ഒരു അതൃപ്തി കാണാം. പ്രത്യേകിച്ച് പിതൃദോഷവും അതുപോലെ കാലസർപ്പ ദോഷങ്ങളും ഒക്കെ ഉള്ള ജാതകങ്ങളിലാണെങ്കിലും ഈ ഒരു ഒത്തൊരുമയില്ലാതെ വരുന്ന അവസരം. കൂടാതെ സൂര്യരാഹുവിൻ്റെ യുതി ഉണ്ടെങ്കിൽ, രാഹു ചിങ്ങത്തിലിരിക്കുകയാണെങ്കിൽ, 5ാം ഭാവത്തിലെ രാഹു ആണെങ്കിൽ, പലതരത്തിലും ദോഷങ്ങൾ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ അതായത് ഇത്തരം പ്രശ്നങ്ങൾ കുടുംബക്കാരുമായിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ആ ഒരു മൊത്തത്തിൽ കുടുംബത്തിൽ ചില ദോഷങ്ങളുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നത് പിതൃശാന്തി വരുത്തുക എന്നത് കൂടിയാണ്. കുലദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നത് ഒരു കാര്യമാണ്, പിതൃക്കളെ പ്രീതിപ്പെടുത്തുക എന്നത് മറ്റൊരു കാര്യമാണ്. അതിന് നമുക്ക് അവരുമായിട്ട് മാനസികമായിട്ടുള്ള അടുപ്പം അവർ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് വിഷയമാക്കേണ്ട. ആ ആത്മാവ് വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ ആ ആത്മാവിന് ഗതി കിട്ടാനായിട്ട് ഒന്ന് മനസ്സിലാക്കുക, ഒരാൾക്കും നമുക്കിവിടെ ഇരുന്നിട്ട് മോക്ഷം കൊടുക്കാൻ കഴിയില്ല. മോക്ഷം, മുക്തി എന്നതൊക്കെ ഭഗവാന്റെ കയ്യിലാണ്. ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ചിട്ട് മാത്രമേ ആ ഒരു ആത്മാവിന് മോക്ഷം ലഭിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കുക. എന്താണോ ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ, ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ മോക്ഷത്തിന് ഉതകുന്ന രീതിയിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു, എത്രമാത്രം നാമജപം ചെയ്തു, ഓരോ ശ്വാസനിശ്വാസത്തിലും ഭഗവാന്റെ സ്മരണയുണ്ടായോ, ഭഗവത് ചിന്തയുണ്ടായിരുന്നോ, എത്രമാത്രം നാമം ജപിക്കുമായിരുന്നു. അതായത് സന്ധ്യയ്ക്ക് കുറച്ച് സമയം, രാവിലെ കുറച്ച് സമയം എന്ന രീതിയിലല്ല, എത്രമാത്രം ആ നാമജപങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, എത്രമാത്രം ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പിതൃക്കൾക്ക് വേണ്ടി എത്രമാത്രം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം സാത്വികമായി ജീവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആഹാരശീലം എന്തായിരുന്നു, പരിശുദ്ധമായിട്ടുള്ള ആഹാര രീതിയായിരുന്നു, സാത്വികമായിട്ടുള്ള ആഹാര രീതിയായിരുന്നു, വെജിറ്റേറിയൻ ആയിരുന്നു. അല്ലാതെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പക്ഷിമൃഗാദികളെ കൊന്ന് അതിൻ്റെ രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കണം എന്നുള്ള രീതിയിൽ ജീവിച്ചൊരു വ്യക്തിക്ക് കൂടുതലായിട്ടും നാമജപങ്ങളൊന്നും ചെയ്യാതെ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത്, അതായത് കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്നതും നിങ്ങൾ മൊബൈലിൽ കാണുന്നതായാലും കേൾക്കുന്നതും ഏത് തരത്തിലുള്ള കൂട്ടുകെട്ടാണ് ഉണ്ടായിരുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങളും ചെയ്ത ഒരു വ്യക്തിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അവർ പോയി കഴിഞ്ഞാൽ അവർക്കൊരു സദ്ഗതി കിട്ടാനായിട്ട് നമ്മൾ കർമ്മം ചെയ്യേണ്ടതാണ്. അത് നമുക്ക് മാനസികമായിട്ട് അവരോട് അടുപ്പമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവർ നിങ്ങളെ നിന്ദിച്ചിട്ടുണ്ടെങ്കിലും, അവർ നിങ്ങൾക്ക് അർഹിക്കപ്പെടുന്ന പ്രോപ്പർട്ടി തന്നാലും ഇല്ലെങ്കിലും, എന്തു തന്നെയും ആയിക്കോട്ടെ, നമ്മുടെ ഉള്ളിലുള്ള ചോരയും നീരും മാംസവും മജ്ജയും അസ്ഥികളും എല്ലാം പിതൃക്കളിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഭാഗത്തു നിന്നുള്ള നമ്മുടെ പിതൃക്കളിൽ നിന്ന് ലഭിച്ചത് തന്നെയാണ്. അതുകൊണ്ട് മാനസികമായിട്ട് അതുപോലെ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ഇടപാടുകൾ എന്താണെന്നത് മറന്നിട്ട് തീർച്ചയായിട്ടും
ഇത്തരം കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. അതായത് അവർക്ക് ഗതി കിട്ടാനായിട്ടൊരു സപ്പോർട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അതിന് നമ്മൾ മോക്ഷത്തിനായിട്ട് കൊടുക്കുന്നു, മോക്ഷത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. എങ്കിലും മോക്ഷം എന്നത് ആ വ്യക്തിയുടെ കർമ്മത്തിനനുസരിച്ചിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മോക്ഷം കിട്ടിയേനെ. പക്ഷേ അന്യയോനികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ലിഫ്റ്റ് കിട്ടാൻ, അതായത് ഒരുപാട് കുകർമ്മങ്ങൾ ചെയ്തൊരു വ്യക്തിക്ക് എളുപ്പത്തിലൊരു സദ്ഗതി കിട്ടില്ല. മറ്റ് യോനികളിലേക്കൊക്കെ പോയിട്ടുണ്ടാകും, അവിടെ നിന്നൊരു സദ്ഗതി കിട്ടാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന മാസം എന്നത്, ശരിക്കും കർക്കിടക മാസം എന്നത് എത്രമാത്രം പാരായണങ്ങൾ ചെയ്ത്, രാമായണ പാരായണം ചെയ്ത് അതിൻ്റെ പുണ്യം പിതൃക്കൾക്ക് സമർപ്പിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഭാഗവതം വായിക്കാൻ അറിയുമെങ്കിൽ അത് വായിച്ചിട്ട് അതിൻ്റെ പുണ്യം പിതൃക്കൾക്ക് സമർപ്പിക്കുക. എത്രമാത്രം നാമജപം ചെയ്യുക, നാമജപം ചെയ്തിട്ട് അതിൻ്റെ പുണ്യം പിതൃക്കൾക്ക് സമർപ്പിക്കുക. അതായത് ഭഗവാനോട് നിങ്ങൾ എന്താണ് ആ സത്കർമ്മം ചെയ്യുന്നത്, അതായത് ഞാൻ ഒരു ദിവസം 16 മാല ജപിക്കും. അതായത് 108 എന്നതാണ് ഒരു മാല. അങ്ങനെ 16 മാല ഞാൻ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചിട്ട് അതിൻ്റെ പുണ്യം എൻ്റെ പിതൃവിന് സമർപ്പിക്കും എന്ന ഒരു രീതിയിൽ നിങ്ങൾ സത്കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് കൊണ്ടുതരും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ, ഇപ്പോൾ അതായത് വിദേശത്തൊക്കെ ഇരിക്കുന്ന പുതിയ തലമുറയിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ വായിക്കാൻ അറിയില്ലെങ്കിൽ ആരെയെങ്കിലും കൊണ്ട് അവർക്ക് പേ ചെയ്തിട്ട് അവരെ, അതായത് ഒരു ബ്രാഹ്മണനെ വിളിച്ച് അവർക്ക് നമ്മൾ ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വായിപ്പിക്കുക. അത് രാമായണമായാലും ഗ്രന്ഥങ്ങൾ വായിപ്പിക്കുക. അതായത് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതൊരു പുണ്യമാണ് നമുക്ക് തരുന്നത്. ആ പുണ്യം നമ്മൾ എടുക്കുന്നില്ല, നമ്മളത് വായിക്കുന്നതിന് മുന്നേ സങ്കല്പം എടുക്കുകയാണ്, ഇതിൻ്റെ പുണ്യം എൻ്റെ പിതൃക്കൾക്ക് നൽകാവുന്നതാണ്. അതുപോലെ ഈ ഒരു കർക്കിടക മാസത്തിൽ മാത്രമല്ല, നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അതായത് നിങ്ങളുടെ ജോലി തിരക്കും നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലും നിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളും ഒക്കെ പരിഗണിച്ചിട്ട് നിങ്ങളുടെ സാഹചര്യം നോക്കിയിട്ട് നിങ്ങൾ ഭാഗവത സപ്താഹം നടത്തിയിട്ടോ എപ്പോഴാണെങ്കിലും അതിൻ്റെ പുണ്യം പിതൃക്കൾക്ക് കൊടുക്കുക. ആ വായിച്ചു തന്ന ആൾക്ക് നല്ല രീതിയിൽ ദക്ഷിണയൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയും വേണം. അപ്പോൾ ഇതും ഒരു വഴിയാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവർക്കും തർപ്പണം ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായിന്ന് വരില്ല. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, അതുപോലെ പലതരത്തിലുള്ള ഷെഡ്യൂളുകളിൽ ജോലി ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം. ഇത് നിങ്ങൾക്ക് സ്വയം വായിച്ചിട്ടും അതിൻ്റെ പുണ്യം, അല്ലെങ്കിൽ എല്ലാ ദിവസവും, കർക്കിടക മാസം തന്നെ ആവണമെന്നില്ല, എല്ലാ ദിവസവും മാല ജപിച്ചിട്ടും, അതായത് ഒരു ദിവസം 16 മാല ജപിക്കാൻ പറ്റുന്നില്ല, 4 മാല ജപിക്കാം, വളരെ എളുപ്പമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പുണ്യം സമർപ്പിക്കാവുന്നതാണ്. അപ്പോഴും പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. മാത്രമല്ല, നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അതായത് ഞാനിത് പറയുന്ന സമയത്ത് ഒരുപക്ഷെ രാഹു മഹാദശയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് സൂര്യരാഹുവിൻ്റെ യുതി ജാതകത്തിലുണ്ടെങ്കിൽ, ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും ഒരു യുതി, അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുമായിട്ടുള്ള കണക്ഷൻ, അല്ലെങ്കിൽ വ്യാഴവുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെങ്കിലൊക്കെ പലപ്പോഴും കുറച്ച് സ്ട്രെയിൻഡ് റിലേഷൻ ആയിരിക്കും പിതാവുമായിട്ട്. അതുപോലെ നാലാം ഭാവത്തിലൊക്കെ പാപഗ്രഹങ്ങൾ വരുമ്പോഴും, നാലാം ഭാവാധിപൻ പാപത്വത്തിൽ വരുമ്പോഴും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളുടെ ഒരു റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കണ്ട, അതിനൊരു ആവശ്യമേ ഇല്ല. അത് പല ജന്മങ്ങളിലൂടെ ആ വ്യക്തിയുമായിട്ടുള്ള കർമ്മബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് അത് പൂർത്തിയാക്കാനായിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ നമുക്ക് സുഖം തരാനായിരിക്കില്ല ആ വ്യക്തി. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, സഹോദരനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അവർക്ക് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇത് കർമ്മബന്ധമാണ്. അപ്പോൾ ഇതിനോട് അങ്ങനെ അറ്റാച്ച്ഡ് ആവാതെ നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ അടുത്ത ബന്ധുക്കൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ നന്മ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു നെഗറ്റിവിറ്റി ആ ആത്മാവ് നിങ്ങൾക്ക് തന്നിരുന്നുവെങ്കിൽ അതും നീങ്ങിക്കിട്ടുന്നതായിരിക്കും. ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള പരിഹാരമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് തർപ്പണവും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും ചെയ്യാവുന്നതാണ്. ശരിക്കും ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങൾ, രാമനാമങ്ങളാണ് ചൊല്ലേണ്ടത്. മോക്ഷത്തിനായിട്ട് നമ്മൾ എപ്പോഴും ചൊല്ലുമ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം, അത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. ജപിച്ചിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പുണ്യം കൈമാറാവുന്നതാണ്. കാരണം പരിപാലനം ചെയ്യുന്നത് മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അങ്ങനെയാണ്. ഏത് ലോകത്തിൽ ഏത് രൂപത്തിൽ എൻ്റെ പിതൃക്കളുണ്ടോ അവർക്ക് അങ്ങയിലേക്ക് എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കണമേ എന്ന് ആണ് നമ്മൾ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഈ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്ക്
നിങ്ങൾ സന്ധ്യയ്ക്ക് നാമം നിങ്ങൾ സന്ധ്യയ്ക്ക് നാമം ചൊല്ലുമ്പോഴും രാവിലെ ആണെങ്കിലും നിങ്ങൾക്കിത് എപ്പോഴും ചൊല്ലാവുന്നതാണ്. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളും തമ്മിലുള്ള ബന്ധമോ, അല്ലെങ്കിൽ ഇത് കാണുന്നത് ഒരു രക്ഷിതാവാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല നിങ്ങളോട് പെരുമാറുന്നത് എങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കാം പഠിപ്പിച്ചതും വളർത്തിയതും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ദൂരം കൂടിയത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്തു തന്നെയായാലും അത് കർമ്മഫലമായിട്ട് ലഭിച്ചതാണ്. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ തന്നെ കർമ്മഫലമാണ്. സുഖമില്ലാത്തത്, കുടുംബസുഖമില്ലാത്തത്, സന്താനങ്ങളിൽ നിന്നുള്ള സുഖമില്ലാത്തത്, അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല നിങ്ങളുടെ രക്ഷിതാക്കൾ എന്നത് കർമ്മഫലം തന്നെയാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ശരിക്കും ഞാനൊരു മിഡ് ഏജിലുള്ള വ്യക്തിയാണ്, അപ്പോൾ എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കൊക്കെ മാത്രമേ ഇത് ബാധകമാവൂ എന്ന് വിചാരിക്കേണ്ട. നമ്മൾ നമ്മുടെ കുട്ടികളെ ഇപ്പോഴേ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ചടങ്ങുകളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അവർക്കും ഇതിൻ്റെയൊക്കെ ഒരു ബോധം വരികയുള്ളൂ. അപ്പോൾ സനാതന ധർമ്മത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും, നമ്മൾ അവിടെ പക്ഷിമൃഗാദികളെ കൊന്ന് ഭക്ഷിച്ചിട്ടുള്ള ഒരു ആഹാരശീലം നിലനിർത്തിക്കൊണ്ട് നാമജപങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പുണ്യം ലഭിക്കില്ല എന്നത് എടുത്തു പറയാം. ഭഗവാന്റെ നാമങ്ങൾക്ക് എപ്പോൾ എങ്ങനെ പറഞ്ഞാലും അതിൻ്റെ ഒരു പുണ്യമുണ്ട്. എന്നാലും ഭഗവാന്റെ തന്നെ സൃഷ്ടിയായിട്ടുള്ള മറ്റു ജീവജാലങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് മറ്റു ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ആഹാരം കഴിക്കാനായിട്ട്, ജീവൻ നിലനിർത്താനായിട്ട് മറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, പച്ചക്കറികളും ആഹാരമൊക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അത് തന്നെ കഴിക്കേണ്ടതാണ്. ഇത് ഒരു വിധത്തിലും നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയുമില്ല, നിങ്ങൾ വിശന്നിരിക്കുകയാണ്, ജീവൻ നിലനിർത്തിയേ പറ്റൂ എന്നൊരു സാഹചര്യത്തിൽ വെജിറ്റേറിയൻ ആഹാരം ഇല്ല എന്ന, ഒട്ടും ലഭ്യമല്ല എന്നൊരു പരിസ്ഥിതി വരികയാണെങ്കിൽ, ജീവൻ നിലനിർത്തിയേ പറ്റൂ എന്നൊരു പരിസ്ഥിതി വരികയാണെങ്കിൽ മാത്രമാണ് മറ്റു ഓപ്ഷൻസിലേക്ക് പോകേണ്ടത്. അങ്ങനൊരു സാഹചര്യം ഇന്ന് ആർക്കും എവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം എവിടെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ നാമജപം, മന്ത്രജപം, വീട്ടിൽ ഹോമങ്ങളൊക്കെ നടത്തിയിട്ടും ഇത്തരം ആഹാരശീലങ്ങളാണെങ്കിൽ ആ വീട്ടിൽ കുറേ നെഗറ്റീവ് എനർജിയും ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. കാരണം അപ്പോഴാണ് മനസ്സിൽ നിന്ന് ഇതിനോടുള്ള അഭികാമ്യം കൂടി വരുന്നത്. നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക്, അതായത് മറ്റ് യോനികളിലുള്ളവർ നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരം ആഹാരശീലങ്ങളോട് കൂടുതൽ പ്രിയം വരുന്നതും, ഉപേക്ഷിച്ച ആൾക്കാർ വീണ്ടും ഇത്തരം ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങുന്നതും ഒക്കെ തീർച്ചയായിട്ടും ആ ഒരു അധോഗതിയെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ സനാതനധർമ്മത്തിൽ ഇങ്ങനെ ഒന്നിനെയും കൊന്നു കഴിക്കണമെന്ന് പറയുന്നില്ല. അത് ജീവൻ നിലനിർത്താനാണെങ്കിൽ, അതായത് ഒരു സാഹചര്യത്തിൽ അതായത് നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നതും നമ്മുടെ ധർമ്മമാണ്. നമുക്ക് തന്ന ജീവൻ നമ്മളത് നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്, പൊരുതേണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് എങ്കിൽ മാത്രമേ അത് പാടുള്ളൂ. അതായത് 2-3 ദിവസം നിങ്ങൾക്ക് വിശന്നിരുന്ന് ഇനി ഇത് മാത്രമേ ഓപ്ഷനുള്ളൂ എന്ന ഒരു സാഹചര്യത്തിലൊക്കെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യവും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ആഹാരശീലങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നമ്മൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ. അതായത് 2ാം ഭാവം എന്നത് സേവിങ്സ് ആണ്, 2ാം ഭാവം എന്നത് കുടുംബമാണ്, 2ാം ഭാവം എന്നത് ആഹാരശീലങ്ങളാണ്. അതുകൊണ്ട് ആഹാരശീലങ്ങൾക്ക് നമ്മുടെ സേവിങ്സുമായിട്ടും കുടുംബ ബന്ധങ്ങളുമായിട്ടും ഒക്കെ കണക്ഷൻ ഉണ്ട്. അതുപോലെ 2ാം ഭാവത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാവമാണ് അഷ്ടമഭാവം എന്നത്. അഷ്ടമഭാവം എന്നത് ആകസ്മികതയാണ്. ഒരു തരത്തിൽ അത് അത് മരണത്തെ കൂടി കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആഹാരശീലങ്ങൾക്ക് നമ്മുടെ ആയുസ്സുമായിട്ടുള്ള ബന്ധവും അവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പുണ്യം നേടുക എന്നൊരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പുണ്യം നേടാം? അപ്പോൾ ഈ ഒരു തമോ ഗുണമുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. തമോ ഗുണം കൂടുമ്പോഴാണ് നമുക്ക് ഉറങ്ങി മതിയാവാത്ത അവസ്ഥ വരുന്നത്. കൂടുതൽ എത്ര ഉറങ്ങിയാലും മതിയാവില്ല, പകൽ ഉറങ്ങിയാലും രാത്രി ഉറങ്ങിയാലും മതിയാവില്ല. അത് തമോ ഗുണം കൂടുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ആഹാരശീലങ്ങൾ കുറച്ച് ചിട്ടപ്പെടുത്തുകയും ധ്യാനം, നാമജപം, മന്ത്രജപം ഒക്കെ ചെയ്യുന്നതും നല്ലതായിരിക്കും. അപ്പോൾ തർപ്പണം ചെയ്യാനും ബലിതർപ്പണങ്ങൾ ചെയ്യാനൊക്കെയുള്ള അവസരം ലഭിക്കുന്നവരാണെങ്കിൽ ആ ഒരു ദിവസം, കർക്കിടക മാസത്തിലെ ഈ ഒരു ദിവസം ഉപയോഗിക്കേണ്ടതാണ്. അത് ആചാര്യൻ പറഞ്ഞു തരുന്നതിനനുസരിച്ച് നിഷ്ഠയോടുകൂടി ഒക്കെ ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അന്ന് അന്നദാനത്തിനായിട്ടും അതുപോലെ നല്ല രീതിയിൽ ഗുരുദക്ഷിണയൊക്കെ ആചാര്യന് കൊടുക്കാനും ഒക്കെ നിങ്ങൾ മനസ്സ് കാണിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ എത്രമാത്രം നിങ്ങൾ അന്നദാനം ചെയ്യുന്നുവോ
അത്രയും നല്ലതാണ്. പ്രത്യേകിച്ച് എല്ലാ അമാവാസ്യ ദിവസങ്ങളിലും പിതൃക്കളെ മനസ്സിൽ വിചാരിച്ചിട്ട് അന്നദാനത്തിന് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ രാത്രി മുഴുവനും ജ്വലിക്കുന്ന രീതിയിൽ വീട്ടിൽ വിളക്ക് കത്തിച്ച് വയ്ക്കുന്നതും, പ്രത്യേകിച്ച് പുറമേ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുന്നതും വളരെ ഗുണം ചെയ്യും എല്ലാ അമാവാസ്യ ദിവസവും. അതും പിതൃക്കൾക്ക് വഴി കാണിക്കാനുള്ള ഒരു സങ്കല്പമാണ്. ഒരു കാര്യം കൂടി, ഒന്നാമത് പലരും വിചാരിക്കുന്നത് ജോലി തിരക്കാണ്, പ്രത്യേകിച്ച് IT ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ, മീഡിയ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് മാനേജ്മെൻറ്റ് ഫീൽഡുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും വളരെ തിരക്കേറിയ ഒരു ലൈഫ് സ്റ്റൈലുള്ളവർ എപ്പോഴും വിചാരിക്കുന്നത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു റിട്ടയർമെൻറ്റിനോടൊക്കെ അടുത്ത് ആയിട്ട് നോക്കാം, അപ്പോൾ ഭക്തിയും കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ള ഭക്തി അപ്പം തുടങ്ങാം, അതുപോലെ ഇത്തരം കർമ്മങ്ങളൊക്കെ ആ സമയത്ത് നോക്കാം, അതുപോലെ തീർത്ഥയാത്രയും കാര്യങ്ങളും. ഇപ്പോൾ കുട്ടികൾ ചെറുതാണ്, അങ്ങനെ നമുക്ക് പ്രായമായിട്ട് നമുക്ക് തീർത്ഥയാത്രകളൊക്കെ ചെയ്യാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. പല 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 തിരക്കുകളും അല്ലെങ്കിൽ മറ്റു പല പ്രയോറിറ്റീസും കാരണം നമ്മൾ അങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെറുപ്പകാലത്ത്, അതായത് നിങ്ങൾ യുവാവായിരിക്കുമ്പോൾ തന്നെ എത്രമാത്രം നാമജപം ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, ആ ഒരു നാമജപത്തിൻ്റെ നിരന്തരമുള്ള നാമജപത്തിൻ്റെ ശീലം അത് തന്നെയായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും. വാർദ്ധക്യം വരുമ്പോൾ അല്ലെങ്കിൽ മിഡ് ഏജ് ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഓരോ തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് പിന്നെ നമ്മളുടെ ഫോക്കസ് എപ്പോഴും, അതായത് മനസ്സ് ഒക്യുപ്പൈഡ് ആവുന്നത് ആ അസുഖത്തെപ്പറ്റി ചിന്തിച്ചിട്ടായിരിക്കും. അപ്പോൾ ഭഗവാന്റെ രൂപമോ നാമജപങ്ങളോ ആയിരിക്കില്ല മനസ്സിൽ വരുന്നത്. നിങ്ങൾ പ്രായമായവരോട് ചോദിച്ചു നോക്കൂ, അവരെപ്പോഴും പറയുന്നതും ചിന്തിക്കുന്നതും ഈ അസുഖത്തെപ്പറ്റി അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ അവയവത്തെപ്പറ്റി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെപ്പറ്റി, ചികിത്സകളെപ്പറ്റി അവരുടെ സംസാരവും ചിന്തയും, ഇതിനെ എങ്ങനെ ചികിത്സിക്കാം, ഇനി എവിടെ പോകാം, എവിടെയൊക്കെ വൈദ്യനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നതും. ആ സമയത്ത് നിരന്തരം ഭഗവാന്റെ നാമങ്ങളും പേരുകളും അവരുടെ മനസ്സിൽ വരുന്നില്ല. കാരണം അത് പ്രാക്ടീസ് ഇല്ല അവർക്ക്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ചെറുപ്പത്തിലെ കുട്ടികളെ തൊട്ട് തന്നെ നമ്മൾ ശീലിപ്പിക്കുക. നിരന്തരം ഭഗവത് ചിന്ത വരാൻ, നാമജപങ്ങൾ, ആരാണോ അവരുടെ ഇഷ്ടദൈവം ആ ഇഷ്ടദൈവത്തെപ്പറ്റി ചിന്തിക്കാനും സത്സംഗം ചെയ്യാനും, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും, അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്നതിന് മുന്നെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ആചാര്യനെ കേൾക്കുക. 1 മണിക്കൂറെങ്കിലും ആ സത്സംഗം ചെയ്യുന്നൊരു ശീലം. അപ്പോൾ ആ മനസ്സെപ്പോഴും പോസിറ്റീവായിരിക്കുകയും കുമാർഗിയാവില്ല, മനസ്സ് സന്മാർഗിയായിട്ട് മാറും. അത് നമ്മളെ ഒരു തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ദൈവകൃപ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ എത്ര വലിയ ബിസി ആയിട്ടുള്ള ഒരാളാണെങ്കിലും സമയം കണ്ടെത്തുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ടൈമിൽ കുറച്ച് കേൾക്കാം, സത്സംഗം കേൾക്കാം, മറ്റു റീൽസും സ്റ്റോറീസും ഒക്കെ കാണുന്നതിന് പകരം. അതായത് നിങ്ങൾ ഈ ഡിവോഷണലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഡിവൈനിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഭക്തി, അതുപോലെ ഭഗവത് സ്മരണ, ഭഗവത് ചിന്തകൾ, നാമങ്ങൾ, ഇതിനൊക്കെ പ്രയോറിറ്റി കൊടുത്തിട്ട് ഇതൊക്കെ ജീവിതത്തിലേക്ക് കൂടുതൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അത് സ്ഥിരമായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കില്ല. കാരണം നമ്മുടെ ശീലം എന്നത് ഈശ്വര ചിന്തകളായിരുന്നു. അപ്പോൾ അതൊരു നല്ല പ്രാക്ടീസുമാണ്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസം എന്നത് നല്ല രീതിയിൽ ഭക്തിയോട് കൂടിയിരിക്കാനും, രാമായണം ജപിക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലിരുത്തിയത് ഫോളോ ചെയ്യാനും, നിങ്ങളുടെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക വരുന്ന ദിവസങ്ങളിലേക്കും. അതുപോലെ പിതൃക്കളുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക. എപ്പോഴും എല്ലാവരുടെ നന്മയ്ക്കായിട്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു കാരുണ്യം, സ്നേഹം, വാത്സല്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.